WWE സ്പെഷ്യൽസ് മണി ഇൻ ദി ബാങ്കിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 മണി ഇൻ ദി ബാങ്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാച്ച് എല്ലാം വെച്ച് അടിപൊളിയായിട്ടാണ് തോന്നിയത്. ചെയ്തിട്ടുള്ള മാച്ച് എല്ലാം നന്നായിട്ടുണ്ട്. എന്നാൽ വമ്പൻ ട്വിസ്റ്റ് എല്ലാം പ്രതീക്ഷിച്ച് മണി ഇൻ ദി ബാങ്ക് കണ്ടവർക്ക് ഒട്ടും കണക്ട് ആവാൻ ചാൻസ് ഇല്ല. കാരണം അതുപോലെയൊന്നും സംഭവിച്ചില്ല. പകരം WWE മറ്റൊരു ട്വിസ്റ്റാണ് സെറ്റ് ചെയ്തത്. അത് ശരിക്കും കണക്റ്റായി. പക്ഷെ നമ്മൾ ഇതിലും വലിയൊരു കാര്യം പ്രതീക്ഷിച്ച് ഷോ കണ്ടിട്ട് ഈ ഒരു ട്വിസ്റ്റ് വന്നപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായ പോലെ തോന്നിയില്ല. അതായത് കണക്റ്റ് ആയില്ല. ഫസ്റ്റ് മണി ഇൻ ദി ബാങ്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വുമൻസ് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചാണ് നടന്നത്. റിയ റിപ്ലി, റോക്സാൻ പെരസ്, നയോമി, അലക്സ ബ്ലസ്, ജൂലിയ, സ്റ്റെഫനി വൾക്കർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ ലാഡർ എല്ലാം യൂസ് ചെയ്ത് നന്നായി തന്നെ ഈ മാച്ചിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അലക്സ ബ്ലസും റോക്സാൻ പെരസും ചേർന്നുകൊണ്ട് ഒരേ സമയം കോർഡറേറ്റ് ഫിനിഷർ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ലാഡറിന്റെ മുകളിൽ. അതെല്ലാം നന്നായിട്ടാണ് തോന്നിയത്. അതുപോലെ റിയ റിപ്ലിയെ ലാഡറെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്തതും പിന്നീട് റിയ റിപ്ലി വന്ന് ജൂലിയ, റോക്സാൻ പെരസ് ഇവരോട് പ്രതികാരം ചെയ്തതും നന്നായിട്ടുണ്ട്. അപ്പോൾ മാച്ചിന്റെ അവസാനത്തിൽ ആരുമില്ലാത്ത ഗ്യാപ്പ് നോക്കിക്കൊണ്ട് നയോമി ലാഡറിന്റെ മുകളിൽ കയറി മണി ഇൻ ദി ബാങ്ക് എടുത്തുകൊണ്ട് വുമൻസ് മണി ഇൻ ദി ബാങ്ക് 2025 നയോമിയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ടും കുഴപ്പമില്ല. പിന്നെ ഇപ്രാവശ്യവും സ്മാക്ഡൗൺ ബ്രാൻഡിലാണ് പോയിട്ടുള്ളത് മണി ഇൻ ദി ബാങ്ക്. റോ ബ്രാൻഡ് ആയിരുന്നുവെങ്കിൽ റോക്സാൻ പെരസിന് കിട്ടിയേനെ. ഇതിൽ രണ്ടാമത്തെ മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് ഇന്നലെയാണ് കൺഫേം ചെയ്തത്. അതായത് WWE ത്രിബിളയുമായി നടത്തിയ ഷോയിൽ വെച്ചാണ് ഈ മാച്ച് കൺഫേം ചെയ്തത്. ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് ഒക്ടഗൻ ജൂനിയർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഇന്നലെ ത്രിബിള ഷോ കണ്ടവർക്ക് അറിയാൻ സാധിക്കും അത് എന്തുകൊണ്ടാണ് ഈ മാച്ച് വെച്ചിട്ടുള്ളത് എന്നൊക്കെ. അതായത് 6 മാൻ ടാഗ് ടീം മാച്ച് കഴിഞ്ഞതിന് ശേഷം ഡൊമിനിക് അങ്ങോട്ട് ചെന്നാണ് ചാലഞ്ച് ചെയ്തത്. അതുപോലെ ഇന്നലത്തെ ത്രിബിള ഷോയും വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാച്ച് NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അതും ഫാറ്റൽ 4-വേ മാച്ചായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ മാച്ച് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇനി ഇവരുടെ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് ഈ മാച്ച് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ എപ്പോഴത്തെയും പോലെ തന്നെ ലിവ് മോർഗൻ വന്ന് ചീറ്റ് ചെയ്യുന്നതായിട്ടും ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോ ഒക്ടഗൻ ജൂനിയറിന് 619 എല്ലാം കൊടുത്തുകൊണ്ട് ശേഷം ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ ഡൊമിനിക് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യനായി. അപ്പോൾ ഈ ഒരു സംഭവം മാത്രമാണ് ഈ മാച്ചിൽ പോരാ എന്ന് തോന്നിയത്. അതായത് എല്ലാ മാച്ചിലും ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ഈ റെസ്ലറെ ക്ലീനായിട്ട് തോൽപ്പിക്കാനും പറ്റില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നീട് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ലൈറ വൾക്കിരിയ വേഴ്സസ് ബെക്കി ലിഞ്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇത് നല്ല മാച്ചായിരുന്നു. പക്ഷെ ഈ മാച്ചിലും ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. അതായത് ഇവർക്ക് മുൻപ് നടന്ന മാച്ച് എങ്ങനെയാണോ അവസാനിച്ചത് അതുപോലെ തന്നെയാണ് ഈ മാച്ചും കൊണ്ട് എത്തിച്ചത്. എന്നാൽ മാച്ചിൽ നിറയെ ഫിനിഷർ എല്ലാം ചെയ്യുന്ന സമയത്ത് കിക്ക് ഔട്ട് ചെയ്ത് പോയതെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നാൽ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈറ വൾക്കിരിയ ബെക്കി ലെഞ്ചിനെ റോൾ പിൻ ചെയ്തപ്പോൾ ബെക്കി ലെഞ്ച് അത് റിവേഴ്സ് ചെയ്ത് ലൈറ വൾക്കിരിയനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ബെക്കി ലെഞ്ചാണ് വിൻ ചെയ്ത് ന്യൂ IC ചാമ്പ്യനായത്. ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിന് ശേഷം മാച്ചിന്റെ റൂൾസിൽ പറഞ്ഞതുപോലെ തന്നെ ലൈറ വൾക്കിരിയനെ കൊണ്ട് കൈയെല്ലാം ഉയർത്തി കാണിപ്പിച്ചു. അപ്പൊ അതാ ഒരു മനസ്സോടെ ചെയ്തുവെങ്കിലും ബെക്കി ലെഞ്ച് വീണ്ടും മുതലാക്കാൻ നോക്കി. അവസാനം ദേഷ്യം വന്ന ലൈറ വൾക്കിരിയ ബെക്കി ലെഞ്ചിനെ അറ്റാക്ക് ചെയ്ത് ഫിനിഷർ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. അപ്പോഴാണ് സത്യം പറഞ്ഞ വളരെയധികം സന്തോഷം തോന്നിയത്. അപ്പോൾ വീണ്ടും ഈ മാച്ച് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത മാച്ച് ഇതിനേക്കാൾ സൂപ്പർ ആവാനും അതിൽ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ മാച്ചിൽ ബെയ്ലി വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു വന്നില്ല. അതിനുശേഷം മെൻസ് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ച്. സെത്ത് റോളൻസ്, ആൻഡ്രേഡ്, പെൻഡ, എൽ ഗ്രാൻഡെ അമേരിക്കാനോ, സോളോ സിക്കാവ ആൻഡ് LA നൈറ്റ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷെ ഈ മാച്ചിൽ സംഭവിച്ചത് നമ്മൾ ഒരു ട്വിസ്റ്റ് അവസാനം പ്രതീക്ഷിച്ചു, അത് മാത്രം സംഭവിച്ചില്ല. ബാക്കിയെല്ലാം സെറ്റായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സെത്ത് റോളൻസിന് എല്ലാവരും കൂടി പണി കൊടുത്തത് നന്നായി. അതുപോലെ ഇവരും ലാഡറെല്ലാം വെച്ചുകൊണ്ട് റിസ്ക് ആയിട്ടുള്ള മൂവെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ആൻഡ്രേഡിനെ ലാഡറിന്റെ മുകളിലേക്ക് പെൻഡ മെക്സിക്കൻ ഡിസ്ട്രോയർ എല്ലാം ചെയ്തത് അടിപൊളിയായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ സെത്ത് റോളൻസ് കിട്ടുന്നവരെയൊക്കെ ക്രോസ് ജമ്പ് ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെത്ത് റോളൻസിന് വിൻ ചെയ്യാൻ യാതൊരു വഴിയുമില്ല എന്ന ഘട്ടം വരുമ്പോൾ സെത്ത് റോളൻസ് ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് അവരോട് വരാൻ പറയുന്നതായിട്ടും ഈ മാച്ചിലുള്ള എല്ലാവരെയും നിരത്തി സ്പീർ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവർ മുന്നോട്ട് പോയ സമയത്ത് അവിടെ ജേക്കബ് ഫാട്ടു, JD മാത്യു വരുന്നതായിട്ടും സോളോ സിക്കാവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. അപ്പോൾ ഇവരും വന്നുകൊണ്ട് ബ്രോൺസൺ റീഡ് ടീമിനെയെല്ലാം അറ്റാക്ക് ചെയ്ത് സോളോ സിക്കാവയെ ഹെൽപ്പ് ചെയ്ത്
ജേക്കബ് ഫാട്ടു മണി ഇന്ത്യ ബാങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു. പക്ഷേ ജേക്കബ് ഫാട്ടു അടുത്ത സെക്കൻഡിൽ തന്നെ സോളോ സിക്കാവിനെ തട്ടിയിട്ടുകൊണ്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇത് നന്നായിട്ടാണ് തോന്നിയത്. അതായത് ഇവരുടെ സ്റ്റോറി ഇവിടെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് സമ്മർ സ്ലാമിൽ നല്ല സെറ്റായിട്ട് ഇവരുടെ മാച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണം, എൽ ഗ്രാൻഡ് അമേരിക്കാനോ ലാഡർ വെച്ചുകൊണ്ട് ഒരു വേറെ ലെവൽ സംഭവം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മണി ഇന്ത്യ ബാങ്കിൽ. ഈ മാച്ചിന്റെ അവസാനത്തിൽ സെത്ത് റോളിൻസ് മണി ഇന്ത്യ ബാങ്ക് എടുക്കാൻ പോയ സമയത്ത് നമ്മളെല്ലാം വിചാരിച്ചു റോമൻ റെയിൻസിന്റെ തീം മ്യൂസിക് പ്ലേ ആവും, അല്ലെങ്കിൽ CM Punk വരും എന്നൊക്കെ. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. സെത്ത് റോളിൻസ് ആണ് മണി ഇന്ത്യ ബാങ്ക് എടുത്ത് 2025 മണി ഇന്ത്യ ബാങ്ക് വിന്നറായത്. അതും തന്നെയല്ല, 2 ടൈം മണി ഇന്ത്യ ബാങ്ക് വിന്നറായിട്ടുണ്ട് സെത്ത് റോളിൻസ്. അപ്പോൾ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷമെങ്കിലും റോമൻ റെയിൻസ് വരും എന്ന് പ്രതീക്ഷിച്ച അവിടെയും നമ്മളെ നിരാശപ്പെടുത്തി. അതായത് റോമൻ റെയിൻസ് ഒന്നും വന്നില്ല. അപ്പോൾ റോമൻ റെയിൻസ് വരും എന്ന ടൈപ്പിൽ ന്യൂസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവർ തന്നെ ഇവരുടെ ഷോയിലും മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് സെഗ്മെന്റ് എല്ലാം നടക്കുന്ന സമയത്ത്. പക്ഷെ എന്തുകൊണ്ടാണ് വരാത്തത് എന്നറിയില്ല. പിന്നീട് മണി ഇന്ത്യ ബാങ്ക് മെയിൻ ഇവന്റായി നടന്നത് ടാഗ് ടീം മാച്ചാണ്. വേൾഡ് ചാമ്പ്യൻ ജെയ് ഉസോ, കോഡി റോഡ്സ് വേഴ്സസ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ജോൺ സീന, ലോഗൻ പോൾ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ മാച്ചിൽ 2 ടീമും നന്നായി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ലോഗൻ പോളിനും ജോൺ സീനയ്ക്കും തമ്മിൽ സ്പാർക്ക് വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ലോഗൻ ഫ്രോഗ് ക്ലാഷ് ചെയ്ത സമയത്ത് ജോൺ സീനയ്ക്ക് കിട്ടുന്നതായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള മാച്ചിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഈ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോൺ സീന കോഡിനെ അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ജെയ് ഉസോ ജോൺ സീനനെ സ്പിയർ ചെയ്തു. അതേ ജെയ് ഉസോനെ ലോഗൻ പോൾ മോൺസോൾട്ട് എല്ലാം ചെയ്തുകൊണ്ട് കമന്ററി ടേബിളിന്റെ അവിടെ വെച്ച് അറ്റാക്ക് ചെയ്തു. ശേഷം കോഡി സീന മാച്ച് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നുകൊണ്ട് ജോൺ സീനയെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം വെച്ച് അറ്റാക്ക് ചെയ്തു. അപ്പം അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ R-Truth ആയിരുന്നു. WWE റിലീസ് ചെയ്ത R-Truth വന്നുകൊണ്ട് ജോൺ സീനയെ ചാമ്പ്യൻഷിപ്പ് വെച്ച് അറ്റാക്ക് ചെയ്ത് പ്രതികാരം തീർത്തു. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണോ R-Truthനെ റിലീസ് ചെയ്ത് കളഞ്ഞത് എന്നറിയില്ല. അങ്ങനെ R-Truth വന്ന് ജോൺ സീനയെ അറ്റാക്ക് ചെയ്ത് പോയതിന് ശേഷം കോഡി റോഡ്സ് സീനയ്ക്ക് ക്രോസ് റോഡ്സ് കൊടുത്തുകൊണ്ട് സീനയെ പിൻ ചെയ്ത് ജെയ് ഉസോ, കോഡി റോഡ്സ് ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതോടുകൂടി ഷോ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് മണി ഇന്ത്യ ബാങ്കിൽ സംഭവിച്ചിട്ടുള്ളത്. മണി ഇന്ത്യ ബാങ്ക് നല്ല ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച സംഭവങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഇവരൊരു ട്വിസ്റ്റായിട്ട് വെച്ചത് R-Truthന്റെ ആ ഒരു പ്ലാനാണ്. അപ്പോൾ മണി ഇന്ത്യ ബാങ്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മുൻപൊക്കെ കണ്ടിട്ടുള്ള മണി ഇന്ത്യ ബാങ്ക് പേപ്പർ വ്യൂ പോലെയൊന്നും ഇത് വന്നിട്ടില്ല. അത് ചിലപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രമായിരിക്കാം. അതായത് മാച്ച് മോശം എന്നല്ല, ആ ഒരു മണി ഇന്ത്യ ബാങ്ക് ലെവലെത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.